നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ലോകത്തെ എനിക്ക് എല്ലാറ്റിലും വലുത് എന്റെ പപ്പയാണ്. പിന്നെ പപ്പ പറയുന്നത് പോലും ഞാൻ ചില സമയത്ത് അനുസരിക്കാറില്ല. പിന്നെയല്ലേ ഈ അടുക്കളക്കാരി പറയുന്നത്. ഒരു വെള്ളക്കടലാസിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് അതിൽ ആന്റിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞിട്ടേ കൂടുതൽ നെകളിക്കാൻ നിക്കല്ലേ. ആ പേപ്പറിനെ നിയമപരമായിട്ട് ഒരു വിലയുമില്ല. പിന്നെ നീ എങ്ങനെ ഔട്ട് ഹൗസിലെത്തി? ചില സാഹചര്യങ്ങളിലെ ഇഷ്ടമല്ലെങ്കിലും ചിലത് ചെയ്യേണ്ടി വരും. ഓ, അത് താൽക്കാലികവുമായിരിക്കും. അങ്ങനെ സംഭവിച്ചതാ, അല്ലാതെ ഇവളെ പേടിച്ച് മാറി നിന്നതൊന്നും അല്ല. നല്ല സംസ്കാരം എന്ന് പറയുന്നതേ നെല്ലുപോലെയാ. അത് വിതച്ചാലേ മുളയ്ക്കൂ. എന്നാ അഹങ്കാരം എന്ന് പറയുന്നത് പുല്ലുപോലെയാ. അത് തനിയെ മുളച്ചു വരും. നീ ആ ഗണത്തിൽപ്പെട്ടതാ. അത് നിന്റെ കുറ്റമല്ല, വളർത്തു ദോഷം. എന്റെ പപ്പയെ പറഞ്ഞാലുണ്ടല്ലോ, എന്റെ കൈയുടെ ചൂടിനെ അറിയേ. ഞാൻ നിന്റെ അച്ഛനെ കുറ്റം പറഞ്ഞില്ല, പറയുകയുമില്ല. മുതിർന്നവരെ ബഹുമാനിക്കണമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ള പാഠം. നീ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നിന്റെ പപ്പയെ പോലും നീ അനുസരിക്കില്ല എന്ന്. അത് പപ്പയുടെ കുറ്റമല്ല, ജന്മദോഷ. അത് തൂത്താലും മായ്ച്ചാലും പോവില്ല. പിന്നെ ഈ വീട്ടിലെല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്നതേ വെള്ള പേപ്പറിലല്ല, മുദ്രപത്രത്തിലാ. അതിന് നിയമപരമായ എല്ലാ സാധ്യതകളും ഉണ്ട്. ഈ നിമിഷം മുതൽ നീ അത് സ്വയം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ആ അധികാരത്തോടെ എനിക്ക് നിന്നോട് ആജ്ഞാപിക്കേണ്ടി വരും, അനുസരിപ്പിക്കേണ്ടിയും വരും. വിശാൽ സാറിന്റെ ഭാര്യയാവാൻ വേണ്ടി എന്റെ ആജ്ഞാനുവൃത്തിയായി ഇവിടെ ഇനിയും താമസിക്കണോ വേണ്ടോ എന്ന് ആങ്ങളെയും പെങ്ങളും കൂടി കാര്യമായിട്ടൊന്ന് ആലോചിച്ചോ. വേണമെങ്കിൽ വക്കീലായ നിന്റെ പപ്പയും കൂട്ടിക്കോ. അവസാനമായിട്ട് ഞാൻ ഒന്നും കൂടി പറയാം. വിശാൽ സാർ ഒരിക്കലും നിന്റെ കഴുത്തിൽ മിന്നു കെട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇത് പറയുന്ന എന്റെ പേരും കൂടി നീ ഓർത്തോ, പാർവതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.